ചിക്കൻ മസാല ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ ഞാനിവിടെ നന്നായിട്ട് കഴുകിയെടുത്ത് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ 1.5 കിലോയോളം ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 2 വലിയ ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, അതായത് ക്യൂമിൻ സീഡ് പൗഡറാണ്, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ തന്തൂരി മസാല പൗഡർ, പാകത്തിനുള്ള ഉപ്പ്. പിന്നെ ഞാനിവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ആ നാരങ്ങയുടെ നീര് ഇതുപോലെ പിഴിഞ്ഞൊഴിക്കണം. പിന്നെ വേണ്ടത് 1/2 കപ്പോളം തൈരാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചിട്ട് ഞാനൊരു അരമണിക്കൂർ മാറ്റി വെക്കുവാണ്. അപ്പോൾ ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇതുപോലെ ഒഴിച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത്രയും ഓയിൽ മാത്രം മതിയാവും, കൂടുതലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് വെച്ചിട്ട് തിരിച്ചും മറിച്ചും വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അതായത് ഇതിൽ കിടന്നൊന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ ഇത് വേകുന്ന നേരം കൊണ്ട് ഞാൻ ചപ്പാത്തി കുഴച്ച് വെച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തിരിച്ചും മറിച്ചും വെച്ചിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അടച്ചു വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇടയ്ക്ക് ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഈ ചിക്കനെ ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കണം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും വെച്ച് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അടുത്ത ബാച്ച് ഇതുപോലെ തന്നെ ഇട്ട് റെഡിയാക്കി എടുക്കണം. ബാക്കിയിരിക്കുന്ന ചിക്കനും ഇതുപോലെ തന്നെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഇരിക്കുന്ന ചിക്കനും ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഗ്രേവി വന്നിരിക്കുന്നത് നമ്മൾ ആ ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്തുകൊണ്ടാണ് ആ ഗ്രേവി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഗ്രേവിയിൽ കിടന്ന് തന്നെ ഇത് വെന്തോളും. ഈ സമയം കൊണ്ട് ഞാൻ 3 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ സെപ്പറേറ്റ് ആയിട്ട് നേരത്തെ മാറ്റി വെച്ചതിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ചിക്കൻ പീസസ് ഒക്കെ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ ഗ്രേവിയുള്ള പാത്രം നമുക്ക് മാറ്റി വെക്കാം. ഞാൻ ഇതുണ്ടാക്കാൻ വേണ്ടി വലിയൊരു പാനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാള ഇതുപോലെ വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തന്തൂരി മസാല പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഈ പൊടിയുടെ ആ ഒരു പച്ച മണം മാറുമ്പോഴേക്കും നമുക്ക് 3 ടൊമാറ്റോ ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചോപ്പ് ചെയ്ത ടൊമാറ്റോയിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് ഇതൊന്ന് മാറ്റിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് 1/4 കപ്പോളം തൈര് ഒഴിക്കുന്നുണ്ട്. തൈര് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇത്
ഇതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നില്ലേ, അതും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു 1/4 കപ്പ് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് തന്നെ കുറച്ച് വെള്ളം, തിളച്ച വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ദേ ഈ മസാലയിൽ ഇങ്ങനെ പൊതിഞ്ഞ് നല്ല മണമുള്ള അടിപൊളി തന്തൂരി മസാല ചിക്കൻ ഇവിടെ റെഡിയാണ്. ഞാനിവിടെ കുറച്ച് കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കും. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി തന്തൂരി മസാലയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മളുടെ സലു കിച്ചൻ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തിന് നമുക്ക് നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ റിസ്വാന് കഴിക്കാനായിട്ട് കൊടുക്കുകയാണ്. കഴിക്കാൻ കൊടുത്തിട്ട് വേണം നിസാർക്കായെ വിളിക്കാനായിട്ട് ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാനുള്ളത്. നമ്മൾ മാത്രമുള്ളപ്പോൾ എങ്ങനെയുണ്ട് റിച്ചു? എന്തോന്ന് ഫുഡാ? ഇന്നത്തെ ദിവസം സുൽത്താക്കില്ലാത്തോണ്ട് ബോറായിരുന്നു. പിന്നെ അങ്ങനെ ബോറെന്തോന്ന്? സുൽത്താൻ ഉണ്ടെങ്കിൽ നിന്റെ കൂടെ നിൽക്കുന്നത് അല്ല, എന്നാലും ആരും ഇല്ലാത്ത പോലെ ഇവിടെ. ആദ്യമൊക്കെ ഇല്ലായിരുന്നു, ആപ്പയും സുൽത്താക്കേ ഇല്ല. ഞാൻ ഉണ്ടല്ലോ. ഇവിടെ ആയിരുന്നോ? പണി സ്ഥലത്തല്ലായിരുന്നോ? ചിക്കനും കൊള്ളാം, പക്ഷെ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മാത്രം ചിക്കൻ ഉണ്ടാക്കിയാൽ മതി കേട്ടാ. നമ്മള് സാധാരണ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ പോണവരാണ് അല്ലേ? ഇപ്രാവശ്യത്തെ കണ്ട മണി 12 ആവാൻ 10 മിനിറ്റ്. അവിടെ പോകുമ്പോ നമ്മൾ ഓട്ടം അവിടെ ഉണ്ടായാൽ മതി. അവൻ തൂറ്റി പറയാൻ പറ്റൂല. നമ്മളുടെ അവിടെ ഒരു കഞ്ഞി വോട്ടുകാരൻ നിൽക്കുന്നു. സുൽത്താന് ഇപ്രാവശ്യമാണ് എല്ലാം ശരിയായതല്ലേ സുൽ? അങ്ങനെ ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇറങ്ങാം. ഞങ്ങള് പോയിട്ട് വരാമേ. നിന്റെ വോട്ടില്ലല്ലോ. രണ്ട് വോട്ടേഴ്സ് കാർഡ് നമ്മളുടെ വ്യത്യാസം നോക്കിയേ. ഓൾഡ് ജനറേഷൻ, ന്യൂ ജനറേഷൻ. പക്ഷേ നിസാറിക്കാട് എന്റേത് കണ്ട ബഹുകേമാണ് കേട്ടോ. ആളിനെ പോലും തിരിച്ചറിഞ്ഞൂടാ. അതുപോലെയാണ് നമ്മുടെ സുൽത്താന്റെ വോട്ടേഴ്സ് ഐ ഡി ഇതാ ഇതുപോലെയാണ്. അത് നല്ല അല്ലേ, നല്ലൊരു സംഭവം. പക്ഷെ ഇത് നോക്കിക്കേ, ഇത് എന്തോന്നോ ഒരു ഇതുപോലെ. അപ്പൊ നമുക്ക് വോട്ട് ചെയ്യേണ്ട സ്ഥലം എവിടെയാണ്? കൺകോഡിയ സ്കൂളിലാണ് ഞങ്ങളുടെ വോട്ടിംഗ്. സ്കൂളിൽ വെക്കണത് സ്കൂളിലേ പറ്റൂ. വലിയ തിരക്കില്ല കേട്ടോ. നമ്മളിപ്പോ നേരത്തെ പോവാൻ പോവാ. ഇവിടെയാണ് നമ്മളുടെ ബൂത്തില് തിരക്കില്ല ഉണ്ടോ? അവിടെ തിരക്കണം. അങ്ങനെ ഞങ്ങൾ വോട്ടിട്ടു. ആൾക്കാരെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ വോട്ട് ചെയ്യാനായിട്ട്. പക്ഷെ തിരക്കില്ല അല്ലേ? തിരക്കില്ലായിരുന്നു. ഞങ്ങൾ ചെന്നുടൻ തന്നെ വോട്ട് ചെയ്തു. ദേ കണ്ടോ, നമ്മളുടെ കഞ്ഞി വോട്ടുകാരനാണ് ഇത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം സൽമാനാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം സുൽത്താനാണുള്ളത്. സൽമാന്റെ ഒരു വോട്ട് പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അറിയാൻ പറ്റൂല വേറെ ആരെയും ചെയ്തിട്ടുണ്ടോ. അങ്ങനെയൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അതേ കണ്ടോ, നിങ്ങൾ കണ്ടോ ഒരു കാര്യം? ഇപ്പൊ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇട്ടിട്ട് പോയേനെ കേട്ടാ. നിസാറിക്കയുടെ കയ്യിൽ നിന്ന് പോയതാണ്. എല്ലായിടത്തും ഉണ്ട് ഇതുപോലെ. നമ്മൾ കാർഡ് ഇതൊന്നും ഇല്ലാത്തവര്
വേറെ കാര്യം ശ്രദ്ധിച്ചേ, ഇവിടെ ഇപ്പൊ നമുക്ക് തിരക്കൊന്നുമില്ല. പണ്ടൊക്കെ കേട്ടിട്ടില്ലേ, ക്യൂ നിന്ന് ആൾക്കാർ തളർന്നു പോയി എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ വോട്ട് ചെയ്യാൻ പോകുമ്പോഴൊക്കെ. പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല അല്ലേ, ചെന്നുടനെ കാര്യം കഴിയും.